ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ക്രൂക്ക്മാൻസ് മോഡൽ 1984 എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ക്രൂക്ക്മാൻസ് മോഡൽ 1984. നമുക്ക് ആദ്യം ഇതിന്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. പോൾ ക്രൂക്ക്മാൻസ് 1984 മോഡൽ ഔട്ട്ലൈൻഡ് ഇൻ ഹിസ് പേപ്പർ. ഇദ്ദേഹത്തിന്റെ ഒരു റൈറ്റിംഗ് ഉണ്ട്. അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് വരുന്നത്: ഇമ്പോർട്ട് പ്രൊട്ടക്ഷൻ ആസ് എക്സ്പോർട്ട് പ്രൊമോഷൻ, ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഒളിഗോപ്പൊളി ആൻഡ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ. ഇതാണ് ഇതിന്റെ റൈറ്റിംഗിന്റെ ടൈറ്റിൽ വരുന്നത്. ഓക്കെ, ഇത് എക്സാമിൻ ചെയ്യുന്നത് ദ സ്ട്രാറ്റജിക് എഫക്ട്സ് ഓഫ് ട്രേഡ് പോളിസിയാണ്. അതായത് ട്രേഡ് പോളിസിയുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള എഫക്ട് ഏതിലാണ്? ഇൻ ഇൻഡസ്ട്രീസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ, പ്രത്യേകതയായിട്ടുള്ള ഇൻഡസ്ട്രീസിലും ആൻഡ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിലും ആണ് ഇത് എക്സാമിൻ ചെയ്യുന്നത് അദ്ദേഹം. ഓക്കെ, അതിന്റെ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസിന്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള എഫക്ട് എക്സാമിൻ ചെയ്യുകയാണ്. ഓക്കെ, ഏതിലുള്ള? ട്രേഡ് പോളിസിയിലുള്ള. അതായത് ദ മോഡൽ ഫോക്കസസ് ഓൺ ഹൗ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ക്യാൻ ഇൻഫ്ലുവൻസ് ദ ഔട്ട്കംസ്. ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ഉണ്ട്, അത് ഇതിന്റെ ഔട്ട്കമ്മിനെ എങ്ങനെ ബാധിക്കുന്നു? അതിൽ ഇൻ ഗ്ലോബൽ മാർക്കറ്റ്സ് ഡോമിനേറ്റഡ് ബൈ എ ഫ്യൂ ലാർജ് ഫേംസ്. അതായത് ഫ്യൂ ലാർജ് ഫേംസ് ആണ് ഒളിഗോപ്പൊളി മാർക്കറ്റ് സവിശേഷത പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ എങ്ങനെ ബാധിക്കുന്നു, ട്രേഡിനെ എങ്ങനെ ബാധിക്കുന്നു, ഇതൊക്കെയാണ് ഇതിൽ എക്സാമിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് കീ ഫീച്ചേഴ്സ് നോക്കാം. കീ ഫീച്ചേഴ്സ് ഓഫ് ക്രൂക്ക്മാൻസ് 1984 മോഡൽ. ഒന്നാമത്തത് ഒളിഗോപ്പൊളി ആൻഡ് സ്ട്രാറ്റജിക് ഇന്ററാക്ഷൻ ആണ്. നമുക്കറിയാം ഒളിഗോപ്പൊളി മാർക്കറ്റിന്റെ പ്രത്യേകത ഇതിൽ പറയുന്നത്. അതായത് ദ മോഡൽ അസ്യൂംസ് ദാറ്റ് ഗ്ലോബൽ മാർക്കറ്റ്സ് ആർ ഡോമിനേറ്റഡ് ബൈ എ സ്മാൾ നമ്പർ ഓഫ് ലാർജ് ഫേംസ്. അതാണ് ഒളിഗോപ്പൊളി എന്ന് പറയുന്നത്. അതായത് ദീസ് ഫേംസ് ഡിസിഷൻസ് ഓൺ പ്രൊഡക്ഷൻ ആൻഡ് പ്രൈസിങ് ആർ ഇന്റർഡിപെൻഡന്റ്. അതായത് ഒരു ഫേം എടുക്കുന്ന തീരുമാനം മറ്റൊരു ഫേമിന്റെ തീരുമാനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അങ്ങോട്ട് ഇങ്ങനെ ആശ്രയിച്ചാണ് ഇവർ പ്രൊഡക്ഷൻ നടത്തുന്നതും വില തീരുമാനിക്കുന്നതും ഒക്കെ. അതാണ് ഈ ഒളിഗോപ്പൊളി മാർക്കറ്റിന്റെ പ്രത്യേകത. ഇപ്പൊ ലീഡിംഗ് ടു സ്ട്രാറ്റജിക് ഇന്ററാക്ഷൻസ്, അതിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇന്ററാക്ഷൻസിലേക്ക് ഇത് നയിക്കും. അടുത്തത് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ആണ്. നമുക്കറിയാം എക്കണോമിക്സിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫേംസ് ഓപ്പറേറ്റ് അണ്ടർ ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. അതായത് കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുമ്പോഴത്തേക്ക് അവരുടെ ആവറേജ് കോസ്റ്റ് കുറയുന്നു. മീനിങ് ലാർജർ production reduces average cost. This creates a natural tendency toward market concentration. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ടെൻഡൻസി വരും, മാർക്കറ്റ് കോൺസെൻട്രേഷൻ, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി വരികയും ഫേവറിംഗ് ലാർജ് ഫേംസ് ഇൻ ഗ്ലോബൽ കോമ്പറ്റീഷൻ. അപ്പോൾ അവർ അതെന്തിലേക്ക് നയിക്കും? അവരുടെ ചെലവ് കുറയുമ്പോഴത്തേക്ക് അത് ഗ്ലോബൽ കോമ്പറ്റീഷൻ, വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നയിക്കും. അടുത്തത് ട്രേഡ് പോളിസി ആസ് എ സ്ട്രാറ്റജിക് ടൂൾ ആണ്. അതിൽ പറയുന്നത് ക്രൂക്ക്മാൻ എക്സ്പ്ലോർസ് ഹൗ ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് ലൈക്ക് ടാരിഫ്. അതായത് ഗവൺമെന്റ് ഇടപെടുന്നത് എങ്ങനെയാണ്? ടാരിഫ് ചുമത്തിക്കൊണ്ട് അല്ലെങ്കിൽ സബ്സിഡീസ് കൊടുത്തുകൊണ്ടൊക്കെയാണ്. ഇപ്പൊ ടാരിഫ് ചുമത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ എക്സ്പോർട്ട് ഇമ്പോർട്ടിന്റെ കൺട്രോളിന് സബ്സിഡീസ് കൊടുക്കുന്നത് എന്തിനാണ്? കൂടുതൽ ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് ആണ്. ഇപ്പോൾ ഓർ ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് വെക്കും, ക്യാൻ ആൾട്ടർ ദ കോമ്പറ്റീവ് ഡൈനാമിക്സ്. അപ്പോൾ ഇതൊക്കെ കോമ്പറ്റീവ് ആയിട്ടുള്ള ഡൈനാമിക്സിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്, ഏറ്റക്കുറച്ചിൽ വരുത്തുന്ന ഘടകങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇൻ പെർട്ടിക്കുലർ ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. അതായത് ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻ, അതായത് ഇറക്കുമതിയിൽ ഇത് നിബന്ധനകൾ വെക്കുമ്പോഴത്തേക്ക് അതിനെയാണ് പ്രൊട്ടക്ഷനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇറക്കുമതി കുറയുമ്പോഴത്തേക്ക് ഒരു ഫോറിൻ കോമ്പറ്റീഷനിൽ നിന്ന് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻ ഇംപ്രൂവ് എ കൺട്രീസ് എക്സ്പോർട്ട് പെർഫോമൻസ്. അപ്പോൾ ഇത് എന്തിലേക്ക് നയിക്കും? കൺട്രിയുടെ, ആ രാജ്യത്തിന്റെ എക്സ്പോർട്ട് പെർഫോമൻസ്, എക്സ്പോർട്ട് കൂടുന്ന സാഹചര്യത്തിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ അവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ ആരംഭിക്കുന്നു. അപ്പോൾ ബൈ ഗിവിംഗ് ഡൊമസ്റ്റിക് ഫേംസ് ആൻഡ് അഡ്വാൻറ്റേജ് ഓവർ ഫോറിൻ റൈവൽസ്. അപ്പോൾ വിദേശത്ത് നിന്നുള്ള എതിരാളികൾക്ക് മേലെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നതിന് ഫേംസിനെ സഹായിക്കുന്നു. അപ്പോൾ ഇതൊരു ഉദാഹരണമാണ്. അതായത് എന്താണ് ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട ആ ഒരു വർക്കിംഗ് മെക്കാനിസം നോക്കാം, കോർ മെക്കാനിസംസ്. അതിൽ ഒന്നാമത്തത് ഇമ്പോർട്ട് പ്രൊട്ടക്ഷൻ ലീഡിംഗ് ടു എക്സ്പോർട്ട് ഗെയിൻസ്. അത് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതാണ്. ഇമ്പോർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് ഏതിലേക്ക് നയിക്കുക? എക്സ്പോർട്ട് നിന്ന് കിട്ടുന്ന ഗെയിനിലേക്ക് നയിക്കുകയാണ്. അതെങ്ങനെയാണ്? ഇപ്പോൾ ബൈ റെസ്ട്രിക്റ്റിംഗ് ഇമ്പോർട്ട് റെസ്ട്രിക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഗവൺമെന്റ് മേ ഹെൽപ്പ് ഇറ്റ്സ് ഡൊമസ്റ്റിക് ഫേംസ് അച്ചീവ് ലാർജ് മാർക്കറ്റ് ഷെയർ. അപ്പോൾ ഇത് ഇമ്പോർട്ടിനെ റെസ്ട്രിക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഡൊമസ്റ്റിക് ഫേംസ് പിന്നെ ഒരു ലാർജർ മാർക്കറ്റ് ഷെയർ അച്ചീവ് ചെയ്യുന്നതിലേക്ക് നയിക്കുകയാണ്. അവർ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ലാർജ് സ്കെയിൽ അലൗസ് ഡൊമസ്റ്റിക് ഫേംസ് ലോവർ കോസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ലാർജ് സ്കെയിലിൽ ഉൽപ്പാദിപ്പിക്കുമ്പോഴത്തേക്ക് അവർക്ക് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ഉണ്ടാവുകയാണ്. ത്രൂ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ മേക്കിംഗ് ദം മോർ കോമ്പറ്റീവ് ഇൻ എക്സ്പോർട്ട് മാർക്കറ്റ്. അപ്പോൾ അവർ എക്സ്പോർട്ട് മാർക്കറ്റിൽ കൂടുതൽ കോമ്പറ്റീവ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഇമ്പോർട്ട് പ്രൊട്ടക്ഷൻ എക്സ്പോർട്ട് ഗെയിൻസിലേക്ക് നയിക്കുന്നത്. അടുത്ത് ഷിഫ്റ്റിംഗ് മാർക്കറ്റ് പവർ ആണ്. മാർക്കറ്റ് പവർ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം. അതായത് ട്രേഡ് പോളിസീസ് ക്യാൻ ഷിഫ്റ്റ് മാർക്കറ്റ്
പവർ ഫ്രം ഫോറിൻ ടു ഡൊമസ്റ്റിക് ഫേം. അതായത് മാർക്കറ്റ് പവർ എന്ന് പറയുന്നത് ഫോറിൻ ഫേംസിൽ നിന്ന് ഡൊമസ്റ്റിക് ഫേംസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. എങ്ങനെയാണ്? ഒരു ഉദാഹരണത്തിന് ഫോർ ഇൻസ്റ്റൻസ് എ സബ്സിഡി ഫോർ എ ഡൊമസ്റ്റിക് ഫേം. അതായത് ഡൊമസ്റ്റിക് ഫേംസിന് സബ്സിഡി കൊടുക്കുമ്പോഴത്തേക്ക്, അതായത് ഇളവ് കൊടുക്കുമ്പോഴത്തേക്ക് അവർ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം, ഒരു പർട്ടിക്കുലർ ഉൽപ്പന്നം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും. ക്യാൻ എനേബിൾ ഇറ്റ് ടു ലോവർ പ്രൈസസ് ഓർ എക്സ്പാൻഡ് ഔട്ട്പുട്ട്. കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, ലോവർ പ്രൈസിൽ വിൽക്കാനും കഴിയും. ഓക്കെ, പൊട്ടൻഷ്യലി ഡ്രൈവിംഗ് ഫോറിൻ ഫേംസ് ഔട്ട് ഓഫ് ദ മാർക്കറ്റ്. ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു ഫോറിൻ ഫേമിനെ മാർക്കറ്റിൽ നിന്ന് പുറത്താക്കാൻ അവർക്ക് കഴിയും. അതായത് അവർക്ക് കൂടുതൽ വില കുറച്ച് വിറ്റിട്ട് അവർക്ക് മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തത് സ്ട്രാറ്റജിക് എഫക്ട്സ് ഓഫ് സബ്സിഡീസ് ആണ്. അതെന്ന് പറയുന്നത് സബ്സിഡീസ് ഫോർ ഡൊമസ്റ്റിക് ഫേംസ് ക്യാൻ ആൾട്ടർ ദ ഗ്ലോബൽ കോമ്പറ്റീവ് ബാലൻസ്. അതായത് ഡൊമസ്റ്റിക് ഫേംസിന് കൊടുക്കുന്ന സബ്സിഡീസ് ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു കോമ്പറ്റീവ് ബാലൻസിനെ ചേഞ്ച് ചെയ്യാൻ കഴിയും. അതായത് എങ്ങനെയാണ്? ബൈ അലോയിങ് ദീസ് ഫേംസ് ടു ക്യാപ്ചർ എ ലാർജ് ഷെയർ ഓഫ് ദ മാർക്കറ്റ്. അതായത് ഈ ഫേംസ്, സബ്സിഡീസ് കിട്ടുന്ന ഫേംസ് മാർക്കറ്റിന്റെ ലാർജ് ഷെയർ ക്യാപ്ചർ ചെയ്യുന്ന വഴിയാണ് ഇത് സാധ്യമാവുന്നത്. അപ്പം എസ്പെഷ്യലി വെൻ ദർ ആർ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ്. ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് ആണ് ഇവർക്ക് കിട്ടുന്ന, അതായത് കോമ്പറ്റീവ് എഡ്ജ് ആണ്. ബൈ ബീയിങ് ദ ഫസ്റ്റ് ടു എൻ്റർ എ പർട്ടിക്കുലർ മാർക്കറ്റ് ഓർ ഇൻഡസ്ട്രി. ഒരു ഇൻഡസ്ട്രിയിലോ മാർക്കറ്റിലോ ആദ്യമായിട്ട് വരുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അവർക്കൊരു ബ്രാൻഡ് അല്ലെങ്കിൽ റെക്കഗ്നീഷൻസ് അല്ലെങ്കിൽ കസ്റ്റമർ ലോയൽറ്റി കിട്ടും. അപ്പോൾ ഈ അഡ്വാൻറ്റേജ് ഇതിലൂടെ അവർക്ക് എടുക്കാൻ സാധിക്കും. സബ്സിഡി കിട്ടുന്നതുകൊണ്ടുള്ള ഒരു എഫക്റ്റ് ആണത്. അടുത്തത് ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് നോക്കാം. ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ മോഡൽ. ഈ മോഡൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തത് ട്രേഡ് പോളിസി ഈസ് നോട്ട് ന്യൂട്രൽ. ട്രേഡ് പോളിസി ന്യൂട്രൽ അല്ല. അപ്പം ഇതിൽ പറയുന്നത് അൺലൈക്ക് ട്രഡീഷണൽ മോഡൽസ് ഓഫ് ഫ്രീ ട്രേഡ്, അതായത് ഫ്രീ ട്രേഡിനെ പറ്റി ട്രഡീഷണൽ മോഡൽസ് പറയുന്നുണ്ട്. അതുമായിട്ട് ചെറിയൊരു വൈരുദ്ധ്യം ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ട്രഡീഷണൽ മോഡൽസ് പറയുന്ന ഇതാണ്, വേർ ഇന്റർവെൻഷൻ റെഡ്യൂസസ് വെൽഫെയർ. അതായത് ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ വെൽഫെയർ കുറയ്ക്കുന്നു എന്നാണ് ട്രഡീഷണൽ മോഡൽസ് പറയുന്നത്. എന്നാൽ ക്രൂക്ക്മാൻ ഷോസ് ദാറ്റ് അണ്ടർ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതായത് ഒളിഗോപോളി പോലെയുള്ള ഒരു ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ സ്ട്രാറ്റജിക് ട്രേഡ് പോളിസി, അതായത് ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആണ് ഈ സ്ട്രാറ്റജിക് ട്രേഡ് പോളിസി എന്ന് പറയുന്നത്. ഇത് ക്യാൻ ഇംപ്രൂവ് നാഷണൽ വെൽഫെയർ, ഒരു രാജ്യത്തിന്റെ വെൽഫെയർ കൂട്ടുന്നു എന്നാണ് ഇദ്ദേഹം ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, അടുത്തത് ബെഗർ ദൈ നെയ്ബർ ഡൈനാമിക്സ്. അത് എക്കണോമിക്സിലുള്ള ഫ്രേസ് ആണ് ഈ ബെഗർ ദൈ നെയ്ബർ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫ്രേസിന്റെ മീനിങ് ഇതാണ്, സ്ട്രാറ്റജിക് ഇന്റർവെൻഷൻസ്, അത് നേരത്തെ പറഞ്ഞ ഗവൺമെന്റിന്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇന്റർവെൻഷൻ മൈറ്റ് ഇംപ്രൂവ് വൺ കൺട്രീസ് വെൽഫെയർ അറ്റ് ദ എക്സ്പെൻസ് ഓഫ് അതേഴ്സ്. അത് മറ്റു രാജ്യത്തിന്റെ എക്സ്പെൻസ് കൊണ്ട് ഒരു രാജ്യത്തിന്റെ വെൽഫെയർ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ ബെഗർ ദൈ നെയ്ബർ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അതായത് ഈ സബ്സിഡീസ് ഒക്കെ കൊടുക്കുന്നതിലൂടെ, ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ലീഡിങ് ടു പൊട്ടൻഷ്യൽ ട്രേഡ് കോൺഫ്ലിക്ട്സ്, അപ്പൊ ട്രേഡ് കോൺഫ്ലിക്ട്സിന് ഇടയാക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു. അടുത്തത് പോളിസി റെക്കമെൻഡേഷൻസ് ആണ്. ഇതിൽ വരുന്നത് ഗവൺമെന്റ് ഷുഡ് ഐഡന്റിഫൈ ഇൻഡസ്ട്രീസ് വിത്ത് സ്ട്രോങ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ആൻഡ് ഒളിഗോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ടു ടാർഗറ്റ് ഫോർ ഇന്റർവെൻഷൻ. അതായത് ഗവൺമെന്റ് ഇന്റർവെൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ട്രോങ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ഉള്ള ഇൻഡസ്ട്രീസിനെയും ഒളിഗോപോളിസ്റ്റിക് കോമ്പറ്റീഷനെയും ആദ്യം മനസ്സിലാക്കണം, എന്നിട്ട് വേണം ഇത് ടാർഗറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇടപെടുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് ഹൗ എവർ ദിസ് റിക്വയർസ് കെയർഫുൾ അനലൈസിസ്. ഗവൺമെന്റ് നല്ല രീതിയിൽ അനലൈസ് ചെയ്താലേ ഇത് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ടു അവോയ്ഡ് ഇൻഎഫിഷ്യൻസീസ് ഓർ റിറ്റാലിയേഷൻ ഫ്രം അതർ നേഷൻസ്. അപ്പൊ ഇങ്ങനെയൊക്കെ കെയർഫുൾ ആയിട്ട് അനലൈസ് ചെയ്താൽ മാത്രമേ ഇൻഎഫിഷ്യൻസി ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ തിരിച്ചടികൾ ഉണ്ടാവും. അവരും കൂടുതൽ സബ്സിഡി കൊടുത്തിട്ട് അവരുടെ പ്രൊഡക്ഷനെ പ്രോത്സാഹിപ്പിക്കും. അപ്പൊ അങ്ങനെയുള്ള തിരിച്ചടികൾക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ കെയർഫുൾ ആയിട്ടുള്ള ഒരു അനാലിസിസ് ഉണ്ടാകണം. ഇനി നമുക്ക് ഈ മോഡലിന്റെ വിമർശനങ്ങളും പരിമിതികളും മനസ്സിലാക്കാം. ക്രിറ്റിസിസംസ് ആൻഡ് ലിമിറ്റേഷൻസ്. അതിൽ ഒന്നാമത്തത് ഇൻഫർമേഷൻ റിക്വയർമെന്റ്സ് ആണ്. ഒരുപാട് ഇൻഫർമേഷൻസ് ആവശ്യമായി വരുന്നു എന്നുള്ളതാണ്. ഫോർ എഫക്റ്റീവ് ഇന്റർവെൻഷൻ, എഫക്റ്റീവായിട്ട് ഇന്റർവെൻ ചെയ്യുന്നതിന് ഗവൺമെന്റ്സ് നീഡ് ഡീറ്റെയിൽഡ് നോളജ് അബൌട്ട് ഇൻഡസ്ട്രി സ്ട്രക്ചർ. അതായത് ഗവൺമെന്റിന് ഇൻഡസ്ട്രി സ്ട്രക്ചറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള നോളജ് വേണം. ഫേമിന്റെ ബിഹേവിയറിനെ കുറിച്ച്, അതിന്റെ കോസ്റ്റ് ഫംഗ്ഷൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വേണം. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു നോളജ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലേ അതിന് ഇന്റർവെൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വിച്ച് ഈസ് ഓഫൺ അൺഅവൈലബിൾ, അത് മിക്കപ്പോഴും അൺഅവൈലബിൾ ആയിരിക്കും. അതൊരു ലിമിറ്റേഷൻ ആണ് ഈ മോഡലിന്റെ. അടുത്തതെന്ന് പറയുന്നത് റിസ്ക് ഓഫ് റിറ്റാലിയേഷൻ, തിരിച്ചടികൾ ഉണ്ടാവും. അപ്പം സ്ട്രാറ്റജിക് ട്രേഡ് പോളിസീസ് ക്യാൻ പ്രൊവോക്ക് റിറ്റാലിയേറ്ററി മെഷേഴ്സ്. അതായത് മറ്റു രാജ്യങ്ങൾ റിറ്റാലിയേറ്ററി മെഷേഴ്സ് എടുക്കാൻ സാധ്യതയുണ്ട് ഫ്രം അതർ കൺട്രീസ്, പൊട്ടൻഷ്യലി ലീഡിങ് ടു ട്രേഡ് വാർസ്. അത് എന്തിലേക്ക് നയിക്കും? ട്രേഡ് വാറിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് ഡൈനാമിക് കോമ്പറ്റീഷൻ ആണ്. അതായത് ദ മോഡൽ അസ്യൂംസ് റിലേറ്റീവ്ലി സ്റ്റേബിൾ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്. അതായത് ഈ മോഡൽ സ്റ്റേബിൾ ആയിട്ടുള്ള മാർക്കറ്റ് സ്ട്രക്ചർ ആണ് അസ്യൂം ചെയ്യുന്നത്. പക്ഷേ ഇൻ റിയാലിറ്റി ടെക്നോളജിക്കൽ ചേഞ്ച് അവിടെ ഉണ്ട്. അതായത് ടെക്നോളജി അഡ്വാൻസ് ആവുന്ന ഒരു അവസ്ഥയുണ്ട്, പുതിയ കണ്ടെത്തലുകളുണ്ട്, അതായത് ഇന്നോവേഷൻസ് ഉണ്ട്. ആൻഡ് ഇന്നോവേഷൻസ് ഓഫൺ ഡിസ്റപ്റ്റ് ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റ്. അപ്പോൾ ഇതൊക്കെ ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്.
ക്രൂക്ക്മാൻസ് 1984 മോഡൽ സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ് ദ ഫീൽഡ് ഓഫ് ഇന്റർനാഷണൽ എക്കണോമിക്സ്. അതായത് ഇന്റർനാഷണൽ എക്കണോമിക്സ് ഫീൽഡിനെ ഇത് നല്ല രീതിയിൽ സ്വാധീനിച്ച ഒരു മോഡലാണ് ഇത്. ബൈ ഷോയിങ് ഹൗ ട്രേഡ് പോളിസി കുഡ് ബി യൂസ്ഡ് സ്ട്രാറ്റജിക്കലി. അതായത് ട്രേഡ് പോളിസീസ് എങ്ങനെ സ്ട്രാറ്റജിക് ആയിട്ട് യൂസ് ചെയ്യാം എവിടെ ഇൻ മാർക്കറ്റ്സ് ക്യാരക്ടറൈസ്ഡ് ബൈ ഒളിഗോപ്പൊളി ആൻഡ് എക്കണോമിക് സ്കെയിൽ. അതായത് ഈ പ്രത്യേകതകളുള്ള ഒളിഗോപ്പൊളി എക്കണോമിക് സ്കെയിലൊക്കെ ഉള്ള മാർക്കറ്റ്സിൽ ഇത് എങ്ങനെ സ്വാധീനിക്കാം എന്ന് കാട്ടിക്കൊടുത്തൊരു മോഡലാണിത്. ഇറ്റ് പ്രൊവൈഡ്സ് എ റാഷണൽ ഫോർ സെലക്റ്റീവ് ഇന്റർവെൻഷൻ ഇൻ ട്രേഡ്. അതായത് ട്രേഡിലുള്ള ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ കാണിക്കുന്ന ഒരു മോഡലാണ്. കോൺട്രാസ്റ്റിംഗ് വിത്ത് ട്രഡീഷണൽ ഫ്രീ ട്രേഡ് ഓർത്തഡോക്സി. അതായത് നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ ആയിട്ടുള്ള മോഡലിലെ അതിന്റെ കോൺട്രാസ്റ്റ്, അതിന് വിരുദ്ധമായിട്ട് ഒരു കൊണ്ടുവന്ന ഒരു മോഡലാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.